സിംപിളർ, സേഫർ ആൻഡ് മോർ എഫക്റ്റീവ് സർജറീസ് നമ്മൾ പൊതുവെ അതിലേക്കാണല്ലോ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു കാഴ്ചപ്പാടിൽ ബേറിയാട്രിക് സർജറിനെ കുറിച്ച് എന്തൊക്കെയാണ് ടൈപ്സ്, എങ്ങനെയൊക്കെയാണ് ഈ സർജറീസ് ഇവോൾവ് ചെയ്തേക്കണേ, എങ്ങനെയൊക്കെയാണ് ഇത് സേഫർ ആയിക്കണേ, എങ്ങനെയൊക്കെയാണ് ഇത് മോർ എഫക്റ്റീവ് ആയിക്കണേ എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും എല്ലാ സർജറി മേഖലയിലുള്ളതുപോലെ ബാരിയാട്രിക് സർജറിയും ഓവർ ദി പാസ്റ്റ് സെവറൽ ഇയേഴ്സ് കുറച്ച് സിമ്പിളർ ആയിട്ടുണ്ട്, സേഫർ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലാപ്രോസ്കോപ്പിക്കലാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പേഷ്യൻ്റ് അതുകൊണ്ട് പണ്ട് നമ്മൾ തുറന്നാ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ അത് വളരെ ഹീലിംഗും വളരെ കോംപ്ലക്സ് ബ്ലഡ് ലോസും ടിഷ്യൂ ലോസും റിസ്ക്കും കൂടുതലായിരുന്നു. ഇപ്പോൾ ലാപ്രോസ്കോപ്പി വഴിയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം വളരെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ടാണ് റിസൾട്ട്സും അത് വെച്ച് പേഷ്യൻ്റ് വളരെ മെച്ചപ്പെട്ട റിസൾട്ട്സുമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ 2 കാറ്റഗറിയാണ് നമ്മൾ ബ്രോഡായിട്ട് ഈ ബാരിയാട്രിക് സർജറി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് റെസ്ട്രിക്റ്റീവ് പ്രൊസീജിയർ എന്ന് പറയും. റെസ്ട്രിക്റ്റീവ് എന്ന് പറയുമ്പോൾ ആമാശയത്തിന്റെ വലിപ്പം ചുരുക്കുന്നതിലൂടെ പേഷ്യന്റെ ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ. അതാണ് റെസ്ട്രിക്ഷൻ. റെസ്ട്രിക്ഷൻ. മറ്റേത് കാറ്റഗറി മാലബ്സോർപ്റ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നതാണ്. അതിന് നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നു. ഈ സ്റ്റൊമക്കിനെ ബൈപ്പാസ് ചെയ്ത് ഈ ഇൻഡസ്റ്റൈൻ ചെറുകുടലിലേക്ക് നമ്മൾ ഫുഡിന്റെ അബ്സോർപ്ഷൻ കുറയുന്നു, ബൈപ്പാസ് ചെയ്യുന്നു, നേരെ ഇലിയത്തിലേക്ക് പോകുന്നു. അപ്പോൾ കലോറി നമ്മുടെ ശരീരത്തിന് കലോറി അബ്സോർപ്ഷൻ നമ്മൾ കുറയ്ക്കുന്നു. ഇത് 2 മെയിൻ പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇത് രണ്ടിനും വളരെ നല്ല റിസൾട്ട്സ് ആണ്.